ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണാം. അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരിൻ്റെ അരി പൊടിച്ച് വറുത്ത മാവാണ് 2 സ്പൂൺ ഇടുന്നത് പാത്രത്തിലോട്ട്. അതിന് ശേഷം നമ്മൾ അതിൽ ആവശ്യത്തിന് ഉപ്പിടണം. നമ്മളങ്ങനെ പാക്കറ്റിൽ വരുന്ന പുട്ടിൻ്റെ മാവൊന്നും വാങ്ങാറില്ല. ഇതുപോലെ തന്നെ നമ്മൾ പച്ചരി പൊടിച്ച് വറുത്തിട്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആ മാവ് എടുത്തതിന് ശേഷം അതിൽ ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇച്ചിരി 3 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ മാവിട്ടത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഉപ്പിട്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ വെള്ളം ഇത്തിരി തളിച്ചിട്ട് അത് ഇച്ചിരി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കുഞ്ഞായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ കട്ടയാക്കി എടുക്കരുത്. നമ്മളിതുപോലെ ഇച്ചിരി ഇങ്ങനെ ഞെരടി കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ അത് വീണ്ടും ഇങ്ങനെ മിക്സ് ചെയ്യണം. അങ്ങനെ പുട്ടിൻ്റെ പണി ഒരുപാടുണ്ട്. അപ്പോൾ ആ പുട്ടിന് വേണ്ടി അമ്മ മാവ് പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ചെറുതായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഉരുട്ടുവാണെങ്കിൽ ഇങ്ങനെ പൊടിക്കുമ്പോൾ അത് ഇങ്ങനെ പൊടിഞ്ഞ് വരും. ഇതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്യണം. അപ്പം ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന രീതിയിലായിരിക്കണം മാവ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുട്ടിൻ്റെ കാര്യം കഴിഞ്ഞില്ല, ഇത്ര എടുത്ത് അടച്ച് വയ്ക്കണം. അതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോകും. അടുത്ത തേങ്ങയാണ്. തേങ്ങ നമ്മൾ ആവശ്യത്തിന് തിരുവി വെക്കണം. ഇപ്പം നമ്മൾ 2 സ്പൂൺ മാവാണ് എടുക്കുന്നതെങ്കിൽ അതിൽ തേങ്ങ ഒരു അരമുറിയെങ്കിലും തിരുവി വയ്ക്കണം. ചില്ല് നിങ്ങൾ ഇടണം. ചില്ല് മെയിനായിട്ട് ഇടേണ്ട ഒരു കാര്യമാണ്. പുട്ട് അവിക്കുമ്പോൾ ചില്ല് ഇടണ്ടെങ്കിൽ ഒരു സിനിമയിലെ പോലെ അത് പണിപാളും. അതുകൊണ്ട് നിങ്ങൾ ചില്ലിടാൻ മറക്കരുത്. നമ്മൾ കുറച്ച് തേങ്ങ ഇടണം. അതിനുശേഷം പുട്ടിൻ്റെ മാവിടണം. തേങ്ങ ഇടണം, പുട്ടിൻ്റെ മാവിടണം, തേങ്ങ ഇടണം, പുട്ടിൻ്റെ മാവിടണം. അങ്ങനെ നമ്മൾ ഇട്ടിട്ട് അതിനെ നിറയ്ക്കണം. മാവിട്ടു, തേങ്ങ ഇട്ടു. അങ്ങനെ നമ്മൾ അതിനകത്തോട്ട് എല്ലാം ഫുള്ളായിട്ട് നിറയ്ക്കാൻ പോവുകയാണ്. പിന്നെ അടുത്ത് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ. അതിന് ശേഷം നമ്മൾ മാവിട്ടു. അപ്പോൾ ഇത് ഏകദേശം നിറഞ്ഞ് വരാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മാവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരു പുട്ട് കലത്തിൽ നമ്മൾ നല്ലപോലെ വെള്ളം വെച്ച് അതൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ പുട്ട് ആവി കയറ്റണം. അപ്പോൾ വെള്ളം നല്ല തിളച്ച് വരണം. അപ്പോൾ ആ ഒരു ചൂടിലാണ് ഇതൊന്ന് വെന്ത് വരണത്. വെന്ത് വരണ നേരം കൊണ്ട് നമുക്കൊന്ന് പപ്പടം പൊരിച്ചെടുക്കാം. പപ്പടം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പപ്പടം തന്നെയാണ്. ഒരു കടായി ചൂടാക്കാൻ വച്ചതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിന് ശേഷം ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പപ്പടമായിട്ട് ഇതുപോലെ ഇട്ട് അതിന് ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ അതിനെ കുത്തി മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ പപ്പടം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ചിലത് വരൂല, എന്നാലും നമ്മൾ കുത്തിയെടുക്കണം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പപ്പടം ഇട്ടു. അതിനെ മറിച്ച് കിണ്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. മൂന്നാമത്തെ പപ്പടം ഇട്ടു. അതിനെയും ഇങ്ങനെ ബബിൾസ് വന്നപ്പം കോരി എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ പപ്പടമൊക്കെ പൊരിച്ച് കയറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ നേരത്തെ അവിച്ച് വെച്ച പുട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലിങ്ങനെ ലെയറായിട്ട് തേങ്ങ ഇരിക്കുന്നത് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. പിന്നെ ചില്ലെടുക്കണം. പിന്നെ അടുത്ത പുട്ട് അവിക്കുമ്പോൾ ചില്ല് കാണൂല, അതുകൊണ്ട് നമ്മൾ ചില്ലെടുക്കണം. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച 2 പപ്പടവും കൂടെ അതിൻ്റെ സൈഡിൽ വെക്കുമ്പം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അമ്മയാണ് ഓരോരോ പുട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ചിലപ്പം ഗോതമ്പ് പുട്ടായിരിക്കും ചിലവർക്കിഷ്ടം. പക്ഷേ എനിക്കിഷ്ടം ഇതുപോലത്തെ അരിപ്പുട്ടാണ്. അപ്പോൾ അതിന് ശേഷം നല്ല പതച്ച് വെച്ച ഒരു ചായയും കൂടെ ആകുമ്പോൾ നമ്മളുടെ വീഡിയോ